ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ അഥവാ പൊതു ചിലവും പൊതു വരുമാനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സോട് കൂടെ തന്നെ നമ്മൾ ഇന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് എന്തെയും ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഇതില് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ നമുക്കറിയാം, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതു ചിലവും പൊതു വരുമാനവും. അഥവാ അതിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് എന്താണ് പൊതു ചിലവ് അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ചെലവിനെ ആണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ദാറ്റ് വി ക്യാൻ ഡിവൈഡ് എൻറ്റിറ്റി, നമ്മൾ എന്ത് ചെയ്യാണ്, പൊതു ചിലവിനെ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അവയാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും അഥവാ വികസന ചിലവുകളും വികസനേതര ചിലവുകളും. നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറെ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചു, വികസന ചിലവുകളും വികസനേതര ചിലവുകളും അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അതിലെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് റോഡാണ്. ഓർത്ത് വെക്കുക, റോഡ് നമ്മളെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സ്കൂള് നമ്മളെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണമാണ്. അതേസമയം നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസനേതര ചെലവുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് പെൻഷൻ. നമ്മുടെ എന്താണ്, ഗവൺമെന്റ് ജോലിക്കാർക്ക് എല്ലാവർക്കും റിട്ടയർഡ് ചെയ്ത ശേഷം കൊടുക്കുന്ന പെൻഷനുകള്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, യുദ്ധം, എല്ലാം നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ഉദാഹരണമാണ്. അപ്പൊ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചോ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും. പൊതു ചിലവിനെ രണ്ടെണ്ണമായിട്ട് തരം തിരിച്ചോ, വികസന ചിലവുകളും വികസനേതര ചിലവുകളും. രണ്ടാമതായിട്ട് ആ ഹെഡിങ്ങിൽ തന്നെ തുടങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൊതു വരുമാനമാണ്. ഗവൺമെന്റിന്റെ വരുമാനത്തെയാണ് പബ്ലിക് റവന്യൂ അഥവാ പൊതു വരുമാനം എന്ന് പറയുന്നത്. ഈ പൊതു വരുമാനത്തെയും നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അവയാണ് ടാക്സ് റവന്യൂ അഥവാ നികുതി വരുമാനം, അതുപോലെ നോൺ ടാക്സ് റവന്യൂ നികുതി ഏതര വരുമാനം. നികുതിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, നികുതി അല്ലാതെ നികുതി ഏതര വരുമാനവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നികുതി വരുമാനം, ടാക്സിനെ നമ്മൾ വീണ്ടും രണ്ടെണ്ണമായിട്ട് കഷ്ടം പിടിക്കാം. ടാക്സ് നമ്മളെ വീണ്ടും രണ്ടാക്കുന്നു, ഡയറക്ട് ടാക്സും അതുപോലെ തന്നെ ഇൻഡയറക്ട് ടാക്സും. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണമാക്കിയിട്ട് നമ്മൾ ഏതിനെയും മാറ്റി, ടാക്സിനെയും രണ്ടെണ്ണമാക്കി. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി എന്താണെന്നും പരോക്ഷ നികുതി എന്താണെന്നും ഡയറക്ട് ടാക്സ് എന്താണെന്നും നോൺ ഡയറക്ട് ഇൻഡയറക്ട് ടാക്സ് എന്താണെന്നും മക്കളെ പഠിച്ചു വെക്കണം. നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട്. അതില് ഡയറക്ട് ടാക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ ഡയറക്ട് ടാക്സിന്റെ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇൻകം ടാക്സ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്ട് ടാക്സിന് ഉദാഹരണം. അതേസമയം ഇൻഡയറക്ട് ടാക്സിന് നമ്മുടെ പരോക്ഷ നികുതിയുടെ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യമാണ് GST. മക്കളെ നിർബന്ധമായിട്ടും GSTയുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ വീഡിയോസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ GST അതിന് ഇൻഡയറക്ട് ടാക്സിന്റെ ഒരു ഉദാഹരണമാണ്. അതേസമയം നോൺ ടാക്സ് റവന്യൂ നികുതി ഏതര വരുമാനങ്ങൾ, അവയാണ് ഫീസ്, ഫൈന്, ഗ്രാൻസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫീസുകള്, ഫൈനുകള്, ഗ്രാന്റുകള്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇവയെല്ലാം എന്താണ്, നികുതി ഏതര വരുമാനങ്ങളാണ്. ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനുള്ളൂ. പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ചോദ്യം ചോദിക്കാം, നമ്മുടെ പൊതു ചിലവ് രണ്ടു തരം ഏതെല്ലാം, അല്ലെങ്കിൽ പൊതു ചിലവിന്റെ രണ്ട് വശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പൊ പൊതു ചിലവ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഡെവലപ്മെന്റിലും നോൺ ഡെവലപ്മെന്റിലും, വികസന ചെലവുകളും വികസനേതര ചെലവുകളും ഉദാഹരണം ഓർമ്മയിൽ വേണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പൊതു വരുമാനം, പബ്ലിക് റവന്യൂ ഏതെല്ലാം, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, നികുതി വരുമാനം, നികുതി ഏതര വരുമാനം. രണ്ടിന്റെയും ഉദാഹരണങ്ങൾ. നികുതി വരുമാനമാണെങ്കിൽ നികുതിയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഉദാഹരണങ്ങൾ വേണം. അതുപോലെ തന്നെ നികുതി ഏതര വരുമാനങ്ങൾക്കും എന്ത് വേണം മക്കളെ, ഉദാഹരണങ്ങൾ വേണം. ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ ഈ പാഠം നമുക്ക് സിമ്പിൾ ആണ്. ഇതിന്റെ ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.